നമ്മുടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. തലസ്ഥാനത്തെ പ്രധാന മാധ്യമ പ്രവർത്തകരുമായിട്ട് സംവേദിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ഏകദേശം 65ഓളം സ്ഥലങ്ങളിൽ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ കുറെ കൂടി സ്ഥലങ്ങളിൽ ഇലക്ഷന് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തകരുമായി നേരിട്ടെത്തി ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും, UDFന്റെ ഗവൺമെന്റ് കേരളത്തിൽ വരാൻ കേരളം സജ്ജമായ തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി കേരളം സജ്ജമാണ്. ആ തീരുമാനം ജനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങളിലെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ ഈ പത്രസമ്മേളനം നടത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത വൈക്കത്തൊരു കൃഷിക്കാരൻ തൂങ്ങി മരിച്ച കാര്യമാണ്. വളരെയേറെ വേദനിപ്പിക്കുന്ന സംഭവം. അതും ഒരു പാർട്ടി ഓഫീസിന്റെ മുന്നിൽ പോയി ഒരു കർഷകന് സ്വന്തം ജീവൻ ഒടുക്കേണ്ടി വന്ന സാഹചര്യം നമ്മുടെ എല്ലാം മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. കൃത്യമായിട്ട് ആ കൃഷിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, കൃഷിയുമായി മുന്നോട്ട് പോകുന്നതിൽ CPI പാർട്ടി എതിര് നിന്നു എന്നുള്ളത് കൃഷി വകുപ്പ് അവരുകൂടി കൈകാര്യം ചെയ്യുന്ന വകുപ്പായിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ചെറുപുഴയിൽ ആലക്കോട് മാതൃകാ കർഷകൻ പോലും അവാർഡ് കിട്ടിയ സംസ്ഥാനങ്ങളിൽ നിന്നും അവാർഡ് കിട്ടിയ മാതൃകാ കർഷകൻ പോലും ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കർഷകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ CPM അവരെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പാർട്ടിയായി മാറി. സർക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സർക്കാരായി മാറി. അപ്പോൾ യഥാർത്ഥത്തിൽ നെല്ല് സംഭരിച്ച നെല്ലിന് കാശില്ല. സംഭരണം പോലും അവതാളത്തിലാണ്. കുട്ടനാടിൽ നമ്മൾ കണ്ടതാണ്, പാലക്കാട് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ കൃഷിക്കാരൻ എന്താണ് ഈ സർക്കാരിന് ഇത്ര വിരോധം കൃഷിക്കാരനോട്? അപ്പൊ അവന് സ്വന്തം നിലനിൽപ്പ് പോലും ഇല്ലാതെ ജീവൻ ഒടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കൃഷിക്കാരനെ കൊണ്ടുചെത്തിക്കുന്ന ഏറ്റവും അപകടകരമായിട്ടുള്ള നിലപാടായിരുന്നു ഇടതുപക്ഷ മുന്നണി സർക്കാരിനുണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. ഈ വൈക്കത്തെ ഏറ്റവും ഒടുവിൽ സംഭവിച്ച കർഷക ആത്മഹത്യക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കർഷക ആത്മഹത്യകൾ നിങ്ങളുടെ സർക്കാരിന്റെ കർഷക വിരുദ്ധ നയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. ഇനി ആ കർഷകന്റെ രക്ഷയ്ക്കെത്തുന്ന സർക്കാർ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കി. ആ പ്രോഗ്രസ് കാർഡ് എന്തായിരുന്നു പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞിരുന്നത്? ഒറ്റ സംഭവം തന്നെ ഞാൻ പറയാം. ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ പറഞ്ഞാണ് 5 ലക്ഷം വീടുകൾ ഞങ്ങൾ കൊടുക്കുമെന്ന്. ഇപ്പൊ 10 കൊല്ലം ഭരിച്ചിട്ടാണ് ആദ്യത്തെ കൊല്ലം പറഞ്ഞ 5 വർഷമല്ലത് 10 വർഷത്തെ കാലാവധി കിട്ടിയിട്ട് എങ്ങനെ മുഖ്യമന്ത്രിക്ക് ഇത്തരം കാർഡ് വെച്ചിട്ട് കള്ളം പറയാൻ പറ്റുന്നു? ഉമ്മൻചാണ്ടി ആണെങ്കിൽ 5 വർഷം കൊണ്ട് 4.25 ലക്ഷം വീട് കൊടുത്തു. 5 വർഷം കൊണ്ട്. കമ്പയർ ചെയ്യേണ്ടത് അവിടെയാണ്. ആ കാലത്ത് 11 to 16. പിന്നെ ക്ഷേമ പെൻഷനുകളുടെ കാര്യം അത് 2500 ആക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാണ് ഈ ഗവൺമെന്റ്. ഇപ്പോഴും 2000-ലാണ്. 2000 ആയത് 4 മാസം മുമ്പാണ്.
അതുവരെ 1600 ആയിരുന്നു. തങ്ങളുടെ കാലാവധിയിൽ പോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനി അടുത്ത 5 വർഷം തന്നാൽ ചെയ്തു തരും എന്ന് പറയുന്ന വാഗ്ദാനത്തിലെ വിശ്വാസ്യത കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാണോ അവർ വിചാരിക്കുന്നത്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് കള്ള പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവുമില്ല. മുഖ്യമന്ത്രിയുടെ അവകാശവാദങ്ങൾ പൊളിയുന്നതാണ് ഇന്നലെ കേരളം കണ്ടത്. കേരളം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ. അതിലേറ്റവും മർമ്മസ്ഥാനത്ത് ഞാൻ പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും മർമ്മസ്ഥാനത്തുള്ളത് ഊരാളുങ്കൽ എന്ന് പറയുന്ന കമ്പനിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രഭവ കേന്ദ്രവും അത് അവസാനിക്കുന്നതുമെല്ലാം ഊരാളുങ്കലിലാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു സഹകരണ സൊസൈറ്റി എന്ന പേരിലാണ്. ആ സൊസൈറ്റി എന്ന പേരിൽ ടെൻഡർ ഇല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കോടികളുടെ കരാർ അവർ ഏറ്റെടുക്കും. അവർ മുഴുവൻ കൊടുക്കുന്നത് സൊസൈറ്റി എല്ലാം നടക്കുന്നത് സബ് കോൺട്രാക്റ്റാണ്. എല്ലാവർക്കും അവരാണ്. അവസാനം ശബരിമല അയ്യപ്പ സംഗമം പോലും അവരുടെ സബ് കോൺട്രാക്റ്റിലാണ് പോയത്. കേരളത്തിലെ CPMന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. അവർക്ക് എല്ലാ പ്രധാനപ്പെട്ട കരാറുകളും കൊടുക്കുക, ആ കരാറുകളിൽ സൊസൈറ്റി എന്നുള്ള ആനുകൂല്യം കൊടുത്ത് ടെൻഡർ ഇല്ലാതെ നടപടി സ്വീകരിക്കുക, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി മോദിക്ക് അദാനി എങ്ങനെയാണോ അതുപോലെയാണ് ശ്രീ പിണറായി വിജയന് ഈ ഊരാളുങ്കൽ സൊസൈറ്റി. കാരണം എല്ലാം അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് FCRA ഭേദഗതിയാണ്. നിങ്ങൾക്കറിയാം, ഈ ബില്ല് FCRA അമെൻമെന്റ് ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന രീതി ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പോലും ചർച്ച ചെയ്യാതെ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു ബുൾഡോസിംഗ് രീതിയാണ് ആ ബില്ല് കൊണ്ടുവരാൻ വന്നത്. കൊണ്ടുവന്ന ദിവസം തന്നെ നമ്മൾ എതിർത്തതാണ്, ഒബ്ജക്ഷൻ റേസ് ചെയ്താണ് മനീഷ് തിവാരി. അതിനെ വകവെക്കാതെ ബില്ല് പാസ്സാക്കാൻ ആവശ്യപ്പെട്ടതാണ്. ആ പാസ്സാക്കാൻ ആവശ്യപ്പെട്ട ബില്ല് കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഗൂഢോദ്ദേശത്തോടുകൂടി കൊണ്ടുവന്നതാണ്. എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായി ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ. പിന്നീട് നമ്മൾ കണ്ടത് ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കൺസിഡറേഷൻ ആൻഡ് പാസിംഗിന് വേണ്ടി സഭ പിരിയാനുള്ള ഒരു ദിവസം മുമ്പേ വീണ്ടും ലിസ്റ്റ് ചെയ്യുന്നതാണ് സഭയുടെ ബിസിനസ്സിൽ. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്നിട്ട് പ്രൈം മിനിസ്റ്റർ കേരളത്തിൽ വന്ന് പറയാണ് UDF നുണ പ്രചരിപ്പിക്കുകയാണ്. ആരാണ് നുണ പ്രചരിപ്പിച്ചതാണോ നിങ്ങൾ ചെയ്തതാണോ തെറ്റ്? സത്യമായ കാര്യമല്ലേ? പാർലമെന്റ് കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ, നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ ബില്ല് ബുൾഡോസ് ചെയ്യുകയും അത് പാസ്സാക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അതിനുവേണ്ടി ലിസ്റ്റ് ചെയ്യുകയും ചെയ്തത് ആരാണ്? ഞങ്ങളാണോ? അവസാനം വ്യാപകമായ എതിർപ്പ് വന്നു. ഞങ്ങളുടെ MPമാരെല്ലാം ഇവിടുന്ന് റഷ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ ആലോചിക്കണം, സമയം തന്നെ ആലോചിക്കണം. തെരഞ്ഞെടുപ്പിന്റെ മൂർധനത്തിൽ പ്രതിപക്ഷ MPമാരെല്ലാം സംസ്ഥാനങ്ങളിൽ നിൽക്കുമ്പോഴാണ് സഭ പിരിയാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ ബില്ല് വെച്ചത്. അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള ഗൂഢോദ്ദേശമുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനം തൽക്കാലത്തേക്ക് തല ഉയരേണ്ടി വന്നത്. പക്ഷേ എങ്കിലും അവർ പറഞ്ഞിരിക്കുന്നത് തക്ക സമയത്ത് ഇത് വീണ്ടും കൊണ്ടുവരുന്നതാണ്. ജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്ന ഇത്തരം തീരുമാനങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ബില്ല് ഇനി വീണ്ടും കൊണ്ടുവന്നാലും ശക്തമായ എതിർപ്പുമായിട്ട് കോൺഗ്രസും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നിൽക്കും.
ഇതാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. കേരളത്തിലേക്ക് ഞാൻ ഈ വിജയം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ കൊട്ടക്കണക്കിന് പറഞ്ഞതല്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം കണ്ട ഒരു രീതി, ഒരു ഭാഗത്ത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചരണം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള ഒരു മൂന്നാമത് ടേം, പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂന്നാമത് ടേം, അതെല്ലായിടത്തും കാണും. ഞാനല്ലാതെ മറ്റാരുണ്ട്? ഇതാണ് ചോദ്യം. ഞാനല്ലാതെ മറ്റാരുണ്ട്? ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ ബുദ്ധിശക്തിയെ ചോദ്യം ചെയ്യുന്ന ഇതിനപ്പുറം വലിയൊരു മുദ്രാവാക്യം പോലെ ഉണ്ടോ? കേരളത്തിൽ എല്ലായിടത്തും കാണാം നമുക്ക് 5000, 6000 ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചിട്ട് ഒറ്റ ചോദ്യമാണ്, ഞാനല്ലാതെ മറ്റാരുണ്ട്? ആ ചോദ്യത്തിനാണ് കേരള ജനത ഉത്തരം പറയാൻ വേണ്ടി പോകുന്നത്. ആ ചോദ്യത്തിലാണ് ഏപ്രിൽ മാസം 9-ാം തീയതി കേരള ജനത ഉത്തരം പറയാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്ക് മടുത്ത ഇയാളല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള ഉത്തരം അവർ കൃത്യമായിട്ട് പറയും. ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും കൈമുതലാക്കിയിട്ടുള്ള സ്വജനപക്ഷപാതം കൊണ്ട് കേരളത്തിലെ ഭരണത്തെ സ്വന്തം വ്യക്തി കേന്ദ്രീകൃതമാക്കി മാറ്റിയ ഒരു മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ഇത്. അതുകൊണ്ടാണ് സത്യത്തില് നമ്മുടെ MN വിജയൻ സാറ് വളരെ ദീർഘദർശിയായിരുന്നു. അദ്ദേഹം 2005 മലപ്പുറം സമ്മേളന കാലത്ത് പിണറായി വിജയനെ വിളിച്ചത് സഖാവ് മാനേജർ എന്നാണ്. MN വിജയൻ സാറ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടി വളരെ വ്യക്തമാണ്. ഇത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കഴിഞ്ഞ കുറെ നാളുകളായി കൊണ്ടു നടക്കുന്നതിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയെങ്കിലും മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി മനസ്സിലാക്കേണ്ട സമയം വൈകിപ്പോയി. എന്നാലും ജനം കാണുന്നുണ്ട്, കൃത്യമായിട്ട് നിങ്ങളുടെ പാർട്ടി അണികൾ കാണുന്നുണ്ട്, നിങ്ങളുടെ നിലപാടിൽ, നിങ്ങളുടെ സമീപനത്തിൽ കാണുന്നുണ്ട്. ഞങ്ങളിവിടെ വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സർക്കാരിന്റെ കുറ്റം മാത്രം പറഞ്ഞിട്ടല്ല വോട്ട് ചോദിക്കുന്നത്. ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ടുള്ള ഗ്യാരണ്ടികളുമായിട്ട്, ആ ഗ്യാരണ്ടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ ഗ്യാരണ്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം പരിചയമുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, 1000 രൂപ പെൺകുട്ടികളായി കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ്, 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പാവപ്പെട്ടവന്, സാധാരണക്കാരന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് വയോജനങ്ങളുടെ വകുപ്പ്, ക്ഷേമ പെൻഷനുകൾ, പാവപ്പെട്ടവന്റെ പെൻഷൻ 3000 രൂപയാക്കി മാറ്റുന്ന തീരുമാനം. ഈ ഗ്യാരണ്ടികൾ കേവലം ഇതിനെക്കുറിച്ച് വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ഇതൊന്നും നടക്കാൻ പോകാത്ത കാര്യമാണ്. കേരളത്തെ കടക്കണിയിലാക്കുന്ന കാര്യമാണ്. കേരളത്തെ സമ്പൂർണ്ണ കടക്കണിയിൽ നിർത്തിയിരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ആളുകളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ തീരുമാനങ്ങളുമായി വന്നപ്പോൾ കേരളം കടക്കണിയിലാക്കുന്ന തീരുമാനമാണ്. ഇതുവരെ കടത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവരാണ് ഈ വിമർശനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ വ്യക്തമായ ട്രാക്ക് റെക്കോർഡോടെയാണ് വരുന്നത്. ഞങ്ങൾ ഇത് പറഞ്ഞ പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള ട്രാക്ക് റെക്കോർഡാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള ഗൃഹപാഠം ചെയ്ത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഗ്യാരണ്ടികൾക്കനുസരിച്ച് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള, അഴിമതിക്കെതിരായിട്ടുള്ള, കെടുകാര്യസ്ഥതയ്ക്കെതിരായിട്ടുള്ള, ധിക്കാരവും അഹങ്കാരവും പെരുമാറ്റത്തിനെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാകണമെന്ന് പറയുമ്പോഴും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഓഫർ വളരെ വലുതാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കേരളം ഐക്യജനാധിപത്യ മുന്നണിയെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ സജ്ജമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 9-ാം തീയതി നടക്കാൻ പോകുന്നത്. ജനങ്ങൾ
സൽഭരണം നടത്താൻ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റ് സങ്കടങ്ങളും പരാതികളും വിഷമങ്ങളും ഒക്കെ പറയുമ്പോൾ അവരുടെ പരാതികളും സങ്കടങ്ങളും കേട്ടറിഞ്ഞ് അവയ്ക്ക് ചെയ്യാവുന്ന പരിഹാരം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ട പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അത് ജനങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത്. തീർച്ചയായിട്ടും ആദ്യത്തെ നടപടികൾ ഒന്നതായിരിക്കും. അനധികൃതമായിട്ടുള്ള കരാറുകളിലൂടെ കോടിക്കണക്കിന് രൂപ കേരളത്തെ നഷ്ടപ്പെടുത്തിയ അതിനെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയോ, 2006 ഇപ്പൊ നമ്മൾ 26 ഉള്ളത്. ഇപ്പൊ 2006 കാര്യം പറഞ്ഞ് 2026 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനല്ല ഞാൻ നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ആകമാനം കർഷക ആത്മഹത്യ ഉണ്ടായ ഒരു കാലമായിരുന്നു അത്. ഇപ്പോഴും ഉണ്ട് ആത്മഹത്യ. ഏറ്റവും ഒടുവിൽ കിസാൻ മോർച്ചയുടെ കിസാൻ സംഘടനകളുടെ ലേറ്റസ്റ്റ് കണക്കുണ്ട്. അന്ന് 75,000 കോടി രൂപ കാർഷിക വായ്പ എഴുതിത്തള്ളാൻ തീരുമാനിച്ച UPA ഗവൺമെന്റിന്റെ നടപടി താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. കർഷകർ കടത്തിൽ പെടുമ്പോൾ, അവൻ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവനെ നെഞ്ചോട് ചേർത്ത് കൊടുക്കാൻ ഒരു ഗവൺമെന്റ് അന്നുണ്ടായിരുന്നു. അവന്റെ സംഘടനകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ 26 നമ്മൾ നിൽക്കുന്നത്. 26 കാര്യമാണ് ഞാൻ പറയുന്നത്. സത്യത്തില് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറയുന്നുണ്ടല്ലോ, ഇപ്പൊ CPMന്റെയും BJPയുടെയും ഡീല് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായിരുന്നു. അത് നിങ്ങളെല്ലാം എന്നോട് ഞങ്ങൾ ചോദിക്കുകയാണ്, തെളിവെന്താണ്. പല മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. സത്യത്തില് ഇന്നലെ BJP സംസ്ഥാന പ്രസിഡന്റിന്റെയും LDFന്റെ ഒരു പോളിറ്റ് ബ്യൂറോ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും പ്രസ്താവന ഒന്ന് വായിച്ചാൽ ആ രണ്ട് പ്രസ്താവനയും ഒരു കേന്ദ്രത്തിൽ തയ്യാറാക്കിയതാണെന്നതിൽ ഇനി പ്രത്യേക തെളിവൊന്നും വേണ്ട. ഒരേ സ്വഭാവത്തിലുള്ള ഒരേ രീതിയിലുള്ള പ്രസ്താവന. എനിക്ക് അവരുടെ കൈകൂപ്പി പറയാനുള്ളത്, തെരഞ്ഞെടുപ്പ് 9-ാം തീയതി കഴിയും. 9-ാം തീയതി കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ജീവിക്കണം. ആ കേരളത്തിലെ ജനങ്ങൾ ജീവിക്കാൻ ആവശ്യമുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്ന ജോലിയാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ. ഇലക്ഷൻ കഴിയും, ജയിക്കും തോൽക്കും ഒക്കെ സാധാരണഗതിയിലാണ്. പക്ഷെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് വിജയം കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഡിസൈൻ, നമ്മൾ BJPയുടെ ഈ ഡിസൈൻ പല സ്റ്റേറ്റുകളിലും കണ്ടിട്ടുണ്ട്. അത് പുതുമയല്ല. ഓരോ സ്റ്റേറ്റിലും ഓരോ പ്രചരണ രീതികളും കണ്ടിട്ടുണ്ട്. ഇന്ത്യ ഒട്ടാകെ പാർലമെന്റ് ഇലക്ഷൻ കാലത്തും നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പറയാന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയാ? നമ്മളെല്ലാം കേരളത്തിലല്ലേ ജീവിക്കുന്നത്. ഇവിടെ കേരള സ്റ്റോറി കൊണ്ടുവന്നു. കേരളത്തിന്റെ ചിത്രം മോശമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേരള സ്റ്റോറി. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി എതിർത്തതാണ്. ജനം അതിനെ തിരസ്കരിച്ചു. കാണാൻ പോലും തയ്യാറായില്ല കേരളത്തിലെ ജനങ്ങൾ. കേരള സ്റ്റോറി ഇവിടെയുണ്ട്. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചിരുന്നു. ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാലയിടാൻ വരുന്ന സഹോദരിമാർക്ക് വെള്ളവും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മുസ്ലിം ദേവാലയവും ക്രൈസ്തവ ദേവാലയവും കണ്ട നാടാണ് ഈ കേരളം. ഈ കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചമുക്കുക? അതും എപ്പോഴാണ്? തിരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഇത് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ, വർഗീയത ഉണ്ടാക്കാൻ. എന്ത് ചെയ്യാനാ? ഇതിനൊക്കെ തന്നെ ജനം കൃത്യമായി മറുപടി പറയുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾ സമാധാനവും സാമുദായിക സൗഹാർദ്ദവും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടെയും വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളൊന്നും ആരും വെള്ളം ചേർക്കില്ല. പക്ഷെ ഇതുപോലെയുള്ള വിഷം മാത്രം തുപ്പുന്ന പ്രചരണങ്ങൾ അത് കേരളം അർഹിക്കുന്ന അവജ്ഞയോടെ പുച്ഛിച്ച് തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്കൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അല്ല, താങ്കൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാം, കുത്തിക്കുറിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചോദ്യം വരുമെന്ന്. കാരണം വെച്ചാൽ വേറെ ഒന്നും ചോദിക്കാനില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആകെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചോദ്യം. ശരിയാണ്, താങ്കൾ അത് കൃത്യമായിട്ട് പറഞ്ഞു. LDF നേതാക്കൾ ചോദിക്കുന്നുണ്ട്.
ഒരു ജനവും ചോദിച്ചിട്ടില്ല. വയനാട്ടിൽ ഞങ്ങളെല്ലാം പ്രചരണം നടത്തിയിരുന്നു. വയനാട്ടിൽ ഒരു ജനവും വന്നിട്ടില്ല. കാരണം കള്ളപ്രചരണം, നിങ്ങളുടെ കള്ളം മറച്ചു വെക്കാൻ രക്തസാക്ഷിയുടെ ഫണ്ട് പോലും തട്ടി വിവാദത്തിൽ സ്വന്തം പാർട്ടി പ്രതിക്കൂട്ട് നിൽക്കുമ്പോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രക്തസാക്ഷി ഫണ്ട് വെട്ടിയിട്ട് ആ വെട്ടിയവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ. അത് ഞങ്ങളാരുമല്ല ചോദ്യം ചെയ്ത്, പാർട്ടിക്കകത്ത് തന്നെയാണ് ചോദ്യം വന്നത്. അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇല്ലാത്തൊരു കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലും ഇത് കേട്ടുമ്പോൾ എനിക്ക് ചിരിക്കാനേ തോന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലല്ലേ സർക്കാരുള്ളത്? ഞങ്ങൾ വെട്ടിപ്പ് നടന്നതുകൊണ്ട് അന്വേഷിക്കാഞ്ഞത്? പോലീസ് നിങ്ങളുടെ കയ്യിലല്ലേ? പട്ടാളം മുകളിലുമുണ്ട്. അത് എന്തൊരു തമാശയാണിത്. അതിനൊക്കെ കൃത്യമായി നടന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകള് UDFന്റെ മുഖ്യമന്ത്രി 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. കേരളത്തിൽ ഡീലേ ഉള്ളൂ. ഇത് BJP CPM അതിന്റെ ഏറ്റവും കൂടുതലത്തെ ഉദാഹരണമാണല്ലോ. ഇന്നലത്തെ പ്രസ്താവന പോലും ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വളരെ ഗൗരവതരമായ, ഇപ്പം താങ്കൾ ചോദിച്ച പോലും UDF ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമല്ലോ. ഞാൻ ചോദിച്ച ചോദ്യമാണ്, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ചോദിച്ചതാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി കേന്ദ്രത്തിലെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പതിവ് ചട്ടവട്ടങ്ങൾ ലംഘിച്ചുള്ള കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാരണം? എന്താണ് അജണ്ട? ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടു, ഉദ്യോഗസ്ഥന്മാരില്ലാതെ. നിർമ്മല സീതാരാമനുമായി മുറിയടച്ച് ഗവർണറുമായി ഉദ്യോഗസ്ഥന്മാരില്ലാതെ ചർച്ച നടത്തി കേരള ഹൗസിൽ. നിതിൻ ഗഡ്കരിയുമായിട്ട് ചർച്ച നടത്തി. ഇത് ഒഫീഷ്യൽ ചർച്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല, എല്ലാവരും നടത്താറുള്ളതാണ്, ആരും ചോദ്യം ചോദിക്കില്ല. ഒഫീഷ്യൽ ചർച്ചകളിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഇരിക്കുക. അതില്ലാതെ ചർച്ച നടത്തി. PM ശ്രീയിൽ അത് കഴിഞ്ഞ് ഒപ്പിടുന്നു. സ്വന്തം മുന്നണിയിലെ കക്ഷികളായ CPI മന്ത്രിമാരെ പോലും ഇരുട്ടിൽ നിർത്തി. അവര് ചോദ്യം ചോദിക്കുമ്പോൾ വരട്ടെ വരട്ടെ എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഒപ്പിട്ടിരിക്കുകയാണ്. എന്തായിരുന്നു അതിന്റെ കമ്പൽഷൻ? ഈ കൂടിക്കാഴ്ചയും കമ്പൽഷൻ തമ്മിൽ ബന്ധമുണ്ടോ? പിന്നെ ഇപ്പോഴത്തെ സീറ്റുകൾ നിശ്ചയിച്ചപ്പോൾ, ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ പ്രസ്താവന കൂടി വന്നപ്പോൾ, ഈ കേരളം സമാധാനപരമായി ജീവിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തെ മതവൈരത്തിന്റെ വേദിയാക്കി മാറ്റി പരസ്പരം ഭിന്നിപ്പിക്കാനും പരസ്പരം വൈരം വളർത്താനും ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് രണ്ടുപേരും ഒരുപോലെ കൊടുക്കുമ്പോൾ ആ ഡീല് വളരെ വ്യക്തമായി അവർ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസമില്ല തുറക്കുന്നു. അല്ല, അത് തുറക്കുന്നുണ്ടെങ്കിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഡീലൊക്കെ ഉണ്ടാവും. പക്ഷെ കേരളത്തിലെ ജനം ഡീലൊന്നും വിശ്വസിക്കില്ല. അവർക്ക് നേതാക്കന്മാരുമായിട്ടും പാർട്ടികളുമായിട്ടൊക്കെ നേരിട്ടുള്ള ഡീലാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുന്ന അവിശുദ്ധ ഡീലും കൂട്ടുകെട്ടൊന്നും അംഗീകരിക്കുന്ന നാടല്ല കേരളം. അത് വ്യക്തമാണ്. രാജഗോപാൽ വിജയിച്ചത്. അങ്ങനെ തെളിവ് സഹിതമാണ് LDF തിരിച്ച് മറു ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെതിരെ, UDFനെതിരെ. അല്ല, തൃശ്ശൂരത്തെ കാര്യം ഞാൻ കേട്ട സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. താങ്കൾ ശ്രദ്ധയപ്പെട്ടിരുന്നോ എനിക്കറിയില്ല. LDFന്റെ സ്ഥാനാർത്ഥിയാണല്ലോ സുനിൽകുമാർ. അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് തൃശ്ശൂരിൽ ഞാൻ കണ്ടത് ആദ്യമായിട്ട്. അദ്ദേഹം 2-3 വട്ടം ആ ചോദ്യം ആവർത്തിച്ചു. തൃശ്ശൂർ പൂരത്തിൽ അട്ടിമറി ഉണ്ടായോ, അന്വേഷിക്കണമെന്നും പറഞ്ഞ അദ്ദേഹമായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പരമ്പരാഗതമായി LDFന് വോട്ട് കിട്ടേണ്ട മേഖലകളിൽ, ആ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം CPMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP സ്ഥാനാർത്ഥി കൂടുതൽ വോട്ട് വാങ്ങിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല. ഞാൻ താങ്കളിപ്പോ ചോദിച്ച ചോദ്യം കൊണ്ട് പറഞ്ഞത് കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞു എന്ന് താങ്കളുടെ. ഞാൻ പറയുന്നത് താങ്കളുടെ സ്ഥാനാർത്ഥി, താങ്കളുടെ മുന്നണിക്ക് വേണ്ടി നിന്ന സ്ഥാനാർത്ഥി എന്തിനു വേണ്ടിയിട്ടായിരുന്നു ADGP RSS നേതാവുമായിട്ട് രഹസ്യ ചർച്ച നടത്തിയത് തൃശ്ശൂരിൽ? എന്തായിരുന്നു ആ ചർച്ചയുടെ ഉദ്ദേശം? ADGP ആ ചർച്ച നടത്തിയ ADGPക്ക് ഒരുപാട് പ്രാവശ്യം ആരോപണം വന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ അദ്ദേഹത്തെ സേഫായി നിർത്തുന്നതിന്റെ കാരണം എന്താണ്? ADGP അവിടെ പോയി തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയായിരുന്നു RSSമായി നടത്തിയത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞു കേട്ടിട്ടില്ലേ തൃശൂർ പൂരം കലക്കിയതാണെന്ന്? ആ കലക്കാൻ ഞങ്ങളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഡീൽ അവിടെ നടന്നത് ആരും തമ്മിൽ ആ ഡീല് അവിടെ BJP അന്ന് തുടങ്ങിയതാണിത്. തൃശൂർ പാർലമെന്റിൽ BJP ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഡീലാണ് തുടങ്ങിയത്.
ഞങ്ങൾ നിയമത്തെ കെ മുരളീധരൻ നിർത്തിയിട്ടാണ് കാണിച്ചത്. കെ മുരളീധരനെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭന, അതുകൊണ്ടാണ് ശിവൻകുട്ടി ഇന്നിപ്പോ MLA ആയിട്ട് ഇരിക്കുന്നത്. ഒരു തിരിച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കേരളത്തിലെ ജനങ്ങൾ ഈ ഡീലിനെ അംഗീകരിക്കുന്നവരല്ല. ഏത് അവിശുദ്ധ ഡീല് വന്നാലും ആദ്യം മനസ്സിലാവുന്നവർക്കാണ്. 2 2 4 തെരഞ്ഞെടുപ്പിൽ 2 2 ചിലപ്പോൾ 0 ആവും. അങ്ങനെ ആണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് ആ ഡീലിലൊന്നും ഞങ്ങൾക്കൊരു ഭയമില്ല. കൃത്യമായിട്ടും ജനങ്ങളെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കേരളത്തില് കൃത്രിമ പ്രളയമുണ്ടാക്കാൻ ഡാമുകൾ അന്ന് വന്ന ചോദ്യമാണിത്. ഇത് പുതുതായ ചോദ്യമല്ല. അന്ന് പ്രളയമുണ്ടായപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ചോദ്യം വന്നതും ഉന്നയിക്കപ്പെട്ടതുമാണ്. ആ പ്രളയകാലത്തെ ചിത്രങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരുടെയും മുന്നിലുണ്ട്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവപ്പെട്ട മനുഷ്യൻ വെള്ളത്തിലിരുന്ന് നീന്തുന്നതും രക്ഷപ്പെടുത്താൻ പോകുന്നതും, നമ്മുടെ മത്സ്യത്തൊഴിലാളികളടക്കം അവസാനം എല്ലാവരെയും പോയി ഇന്ത്യൻ സൈന്യമായി മാറിയതൊക്കെ തന്നെ എല്ലാവരും ചിത്രീകരിക്കുന്ന പോലെ. അപ്പൊ പ്രളയമുണ്ടാക്കിയത് കൃത്രിമമായിട്ടാണെന്നൊരു മന്ത്രിയുടെ വോയിസ് ക്ലിപ്പാ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറഞ്ഞു, സമാധാനം വേണം കേരളത്തോട്. കാരണം തങ്ങളുടെ ഗവൺമെന്റ് കൃത്രിമ പ്രളയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഡാമുകൾ അടച്ചിട്ടു എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവതരമായ ആരോപണമാണ്. ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ഡോക്ടർ മാത്യു കുളനാടൻ ഉന്നയിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇനി രാജിവെക്കണം എന്ന് പറഞ്ഞ അർത്ഥമില്ല. മറ്റൊരു സാഹചര്യമാണെങ്കിൽ ഇപ്പൊ രാജിവെക്കേണ്ടി വരുമായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ അപകടത്തിലേക്ക് നയിച്ച ഒരു തീരുമാനം എടുത്ത ഗവൺമെന്റ്. അത് സത്യത്തിൽ ഞെട്ടിപ്പോകുന്നതല്ലേ? എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഡാം അടച്ചിട്ടു, നിർബന്ധമായിട്ട് ഒരു പ്രളയം ഉണ്ടാക്കുകയായിരുന്നു ലക്ഷ്യം. ആ കുടുംബത്തിനോടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരോട് ചോദിക്കണം. എന്തൊരു സംശയമാണത്. അന്വേഷണം മാത്രമല്ല, ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിന് സമാധാനം പറയിപ്പിക്കും. അന്വേഷണമല്ല, കൃത്യമായി സമാധാനം പറയിപ്പിച്ചിരിക്കും. കേരളത്തിലെ ജനങ്ങളെ ഒരു നിർബന്ധിത പ്രളയത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള തീരുമാനമെടുത്തവർ സമാധാനം പറയേണ്ടി വരും അതിന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിച്ചോ, അതുപോലെ പ്രതീക്ഷിച്ചോ. ഇതിപ്പോ ഒരു വോയിസ് റെക്കോർഡിംഗ് വന്നിട്ടുണ്ട്. അത് ശരിയായ അല്ലെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ. ഫോറൻസിക് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഒന്നേ തെളിയിച്ചോ. ഓ ഓ അല്ല, അതിന് അല്ല, ഇതൊക്കെ അതെ ഓക്കെ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ആരാന്ന് എനിക്കറിയാം. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ആരുടെ ചെലവിലാന്നറിയാം. ഇവിടെ താമസിപ്പിക്കുന്ന ആരുടെ ചെലവിലാന്ന് എനിക്കറിയാം. എനിക്കതിന് ഒരു ഭയമില്ല മോനെ. എന്റെ മടിയിൽ ഒരു കനവുമില്ല. ഞാനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴയിലെ സെഷൻസ് കോടതിയിൽ ഈ സ്റ്റേറ്റ്മെന്റ് വന്ന ഉടനെ നിയമപരമായി നേരിടാനുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അത് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടും ഇലക്ഷൻ കമ്മീഷനിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടും. പിന്നെ ആദ്യം പരാതി ആർക്കാ കൊടുത്തത്? കേരള DGPക്ക് അല്ലേ? എത്ര ദിവസം മുമ്പ്? 10 ദിവസം മുമ്പ്. അദ്ദേഹം എന്താ അന്വേഷിക്കാൻ? അദ്ദേഹം ഡൽഹി പോലീസിൽ ഞങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞല്ലോ. എന്നെ പറയാൻ അനുവദിക്കുക. ഡൽഹി പോലീസിൽ കൊടുത്തല്ലോ. എന്റെ കയ്യിലല്ലോ ഡൽഹി പോലീസ്.
അവിടെ FIR ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രചരിപ്പിച്ചു FIR ഇട്ടെന്ന്, കൈരളി ഇറക്കി. നിങ്ങൾ വ്യാജ ചിത്രം ഉണ്ടാക്കി, എൻ്റെ 4G ചിത്രം, അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പാവുമ്പോൾ വ്യക്തിഹത്യ നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആളുകൾ പറയേണ്ട കാര്യം, വിശ്വസിക്കുന്ന കാര്യം പറയണം. ആളുകൾ വിശ്വസിക്കുന്ന കാര്യം പറയണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ള ആളാണെന്ന് എന്റെ പാർട്ടിയിലെ A to Z ആൾക്ക് അറിയാം, ഞാൻ എന്റെ നിലപാടെന്താണെന്ന്. താങ്കളുടെ മുഖ്യമന്ത്രിമാർക്കും അറിയാം. ഞാൻ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ എന്റെ ഫയലുകൾ അവരുടെ കയ്യിലുണ്ട്. ഓരോ വിവാദപരമായ വിഷയങ്ങളിലും ഞാൻ എടുത്ത നിലപാടുകൾ, അത് VS ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഞാൻ നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമപരമായ നേരിടുന്ന അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോട്ടെ. ഇപ്പൊ കൈരളിയും ദേശാഭിമാനി ഒഴിച്ച് വേറെ ആർക്കും എടുക്കാൻ പറ്റാത്ത വണ്ണം വളരെ ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടായതാണ് ഇത് എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ ഞാൻ താങ്കളുമായിട്ടും താങ്കളുടെ പ്രസ്ഥാനവുമായിട്ടും നിയമയുദ്ധത്തിലാണ്. അവിടെ കാണാം നമുക്ക്. അല്ല അതെ, എല്ലാ ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കേസ് തന്നെ. ആ സഹോദര, ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കേസ് നമുക്ക് കാണാലോ. താങ്കൾ ഗൗരവകുമാറിനൊക്കെ കൊണ്ടുവന്ന് ആരാന്ന് എനിക്കറിയില്ലേ. അത് എവിടെയാ താമസിക്കുന്നതും എല്ലാം അറിയാലോ. ഓക്കെ, കോൺഗ്രസിനെ നയിക്കാൻ ആരാണ് ഉണ്ടാവുക എന്നുള്ള വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയുള്ള തീരുമാനം ഉണ്ടാവും. കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടും. ഞങ്ങളുടെ പാർട്ടിയിൽ തീരുമാനം വന്നു കഴിഞ്ഞാൽ എടുക്കും ഏതാണെന്നുള്ളത്. അതല്ലാതെ എന്ത് സംശയം? കേരളത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഈ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചതുപോലെ ഏതെങ്കിലും കേസ് മാറ്റിവെച്ചിട്ടുണ്ടോ ഇന്ത്യ ചരിത്രത്തിൽ? ഇല്ല. തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം കാര്യങ്ങൾ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയൊന്നും പ്രശ്നമല്ല എന്നുള്ളതുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. കേരളം ഇത് മനസ്സിലാക്കിയിട്ടുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ടും ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു തുറന്ന കത്തിന്ന് കൊടുക്കാൻ പോവാണ്. അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. അതേ ഈ കാര്യങ്ങളൊക്കെ തന്നെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഈ കത്ത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കും ഇന്ന്. അത് എന്തിന്റെ കാര്യം ഇതുവരെ ഉന്നയിച്ച ഈ ഡീലിന്റെ കാര്യത്തിൽ ഓരോ കാര്യത്തിലും അദ്ദേഹം നടത്തിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടി ഞാൻ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഉജ്ജ്വലമായ വിജയം കാണാൻ കഴിയും. അതിനെ സഹായിക്കണമെന്ന് നിങ്ങളോട് വീണ്ടും അഭ്യർത്ഥിക്കും. 100 സീറ്റ്. പിന്നെ കൂടെ പറഞ്ഞേക്കാം, ചില ചാനലുകളൊക്കെ സർവേ നടത്താനൊക്കെ അറിയാം, ചാനലുകളുടെ സർവേ ഒക്കെ. ആ സർവേയിലൊന്നുമല്ല ഞങ്ങൾക്ക് വിശ്വാസം. ഞങ്ങൾക്ക് ജനങ്ങളുടെ സർവേയിൽ വിശ്വാസമുണ്ട്. ജനങ്ങൾ 100ഓളം സീറ്റുകൾ നൽകി UDFനെ വിജയിപ്പിക്കുന്ന ട്രെൻഡാണ് ഉണ്ടാകാൻ പോകുന്നത്. മെയ് മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ UDFന്റെ മന്ത്രിസഭ കേരളത്തിൽ വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.